ഒരു 4-4:30 ആയപ്പോൾ ബൊബോച്ചും ഈ അച്ചും എൻ്റെ ഹംദാനൊക്കെ കൂടി പറഞ്ഞ് നമുക്കൊന്ന് പാടത്ത് പോയാലോ അമ്മച്ചിയെന്ന്. ഞാനും കുറേ കാലമായിട്ട് പാടത്ത് ഹരിതാപും പച്ചപ്പൊന്നും കാണാത്തോണ്ട് എന്നാൽ പോയാലോ എന്ന് ഞാനും വിചാരിച്ച്. ഞങ്ങളുടെ റോട്ടിൽ എപ്പോഴും ഭയങ്കരമായിട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്നാൽ വണ്ടി പോകാൻ സ്പേസും ഇല്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇവർ രണ്ടാളും ഒന്ന് ഓൾറെഡി അവിടെ ആക്കി കൊടുക്കുമെന്ന്. പിന്നെ ഇവർ രണ്ടാളും കാര്യം എനിക്ക് നോക്കിയാൽ മതിയല്ലോ. ഇവർ ഇത്ര ഉഷാറായിട്ട് ഫ്രണ്ടിൽ നടന്നു പോകുമ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ കുട്ടിക്കാലൊക്കെ ആലോചിച്ച് പോയത് കേട്ടോ. അന്നും ഇതേപോലെ തന്നെ പാടത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കൂടുതൽ ഉപ്പാടെ ബൈക്കുമ്പോൾ ഇതേപോലെ വന്ന് നിന്ന് കാറ്റും കൊണ്ടിട്ട് പോകലാണ് പതിവ്. ഇപ്പം നോക്കിയപ്പോൾ പണ്ടത്തെ പോലത്തെ ഹൈജീനൊന്നും കാണാനില്ല കേട്ടോ. ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അങ്ങോട്ട് പാടത്ത് കൊടുന്ന് വലിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. ദേ കാണുന്ന സ്പേസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവിടെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. എന്നാൽ ക്ലീൻ ആൻഡ് നീറ്റ് ഒന്നുമല്ല കേട്ടോ. ഓന് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒന്നിറങ്ങി കളിക്കാണ്ട് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന്. വീട്ടിൽ പോയിട്ടൊന്ന് കുളിപ്പിച്ചാൽ മതിയല്ലോ. ഇതാണ് എൻ്റെ നാട്ടിലെ ഒരേ ഒരു ക്ലബ്ബ്, അക്ഷര ക്ലബ്ബ്. പുറത്ത് ലുക്കൊന്നുമില്ല, അകത്തും അത്രയും ലുക്കില്ല. വീഡിയോ എടുക്കണ്ടപ്പോൾ ഇവൻ പറയാണ് ഇന്നും കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ചേന്ന്. ദേ കാണുന്ന ഹരിതാപം പച്ചപ്പേ മാത്രമേ ഉള്ളൂ. സൈഡിലൊന്നും ഒരു വകക്ക് വൃത്തിയില്ല കേട്ടോ കാണാൻ. എന്നാലും ദൂരേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാങ്ങിയ സ്നാക്സ് ഒക്കെ എടുത്ത് അങ്ങോട്ട് പൊട്ടിച്ച് കഴിക്കലായി. ഞാൻ പിന്നെ ഹെൽത്ത് ഒക്കെ നോക്കണ കാരണം കൊണ്ട് ഒരു റോബസ്റ്റ് പഴം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.